ഹലോ ഫ്രണ്ട്സ്, മോണോലേണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാഹുൽ രവീന്ദ്രനെയൊക്കെ SAP ബിസിനസ് വൺ കൺസൾട്ടൻറ്റ്. കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിട്ട് SAPയിൽ എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൽ വരുന്ന ബേസിക് കോൺഫിഗറേഷൻസ് എന്തൊക്കെയാണ്, ബേസിക് മാസ്റ്റർ ഡാറ്റകൾ എന്തൊക്കെയാണ് എന്നെല്ലാം നമ്മൾ പഠിച്ചു. സോ ഇനി വരുന്ന വീഡിയോകളായിട്ട് ഒരു ഒരു കമ്പനിയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് SAP ബിസിനസ് വണ്ണിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത്, എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നെല്ലാമാണ് ഇനി വരുന്ന വീഡിയോകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു കമ്പനിയിലെ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. പർച്ചേസ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവാം, സെയിൽസ് ഉണ്ടാവാം, പ്രൊഡക്ഷൻ ഉണ്ടാവാം, ഫൈനാൻസ് ഉണ്ടാവാം, അങ്ങനെ ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസ് വരും. അതിൽ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പർച്ചേസ് പ്രോസസ്സാണ്. ഒരു കമ്പനിയിൽ എങ്ങനെയാണ് ഒരു പർച്ചേസ് പ്രോസസ്സ് നടക്കുന്നത്, അതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് SAP ബിസിനസ് വണ്ണിൽ യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഒരു പർച്ചേസ് പ്രോസസ്സ് എന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് പർച്ചേസ് പ്രോസസ്സ്? ഇത് ചിലവർക്ക് അറിയുന്നുണ്ടാവാം, അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് യൂസ് ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. What is purchase process? The purchase process involves identifying a need, selecting a vendor, creating a purchase order, receiving the goods or services, processing the invoice, and making payment. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവർ ഐഡൻറ്റിഫൈ ചെയ്ത സാധനം ഏതൊക്കെ സപ്ലയർ അടുത്തുനിന്ന് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അവരിൽ നിന്നും ആരെടുത്തു നിന്നാണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിന്ന് ലഭിക്കുക എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു സപ്ലയറെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ സപ്ലയർക്ക് എന്ത് ചെയ്യും, നമ്മൾ പർച്ചേസ് ഓർഡർ, എനിക്ക് ഇത്ര പ്രൊഡക്റ്റ് വേണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഓർഡർ ബുക്ക് ചെയ്യുന്നു. ആ ഓർഡറിന് എഗൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ആ സപ്ലയർ നമുക്ക് സാധനം അയക്കുന്നു. ആ സാധനം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വെയർ ഹൗസിൽ അത് റിസീവ് ചെയ്യുന്നു. റിസീവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, സപ്ലയർ തന്നിരിക്കുന്ന ഇൻവോയ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ ഇൻവോയ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്നു. ഇതാണ് നോർമൽ ആയിട്ടുള്ള ഒരു പർച്ചേസ് പ്രോസസ്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്ലോ ചാർട്ട് ത്രൂ ഒരു കോമൺ പർച്ചേസ് പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. പർച്ചേസ് റിക്വസ്റ്റ് ഫ്രം, നമുക്ക് കണ്ടോ ഇവിടെ ഫസ്റ്റ് പർച്ചേസ് റിക്വസ്റ്റ് ഫ്രം റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഒരു കമ്പനി എടുക്കുമ്പോൾ ആ കമ്പനിയിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അതായത് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫൈനാൻസ് റിലേറ്റഡ് ചെയ്യുന്നത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും. സെയിൽസ് പാർട്ട് ആണെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും. പ്രൊഡക്ഷൻ റിലേറ്റഡ് ആണെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ദെൻ പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ആവശ്യമായിട്ടുള്ള ഐറ്റം അല്ലെങ്കിൽ സർവീസസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അത് ആ കമ്പനിയിലെ തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഇൻഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആ ഇൻഫോം ചെയ്യുന്നത് ചിലപ്പോൾ സിസ്റ്റം ത്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ മാനുവൽ പേപ്പർ വർക്കോ ആയിരിക്കാം. എനിവേ ആ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്ത് ചെയ്യും, ഇന്ന ഐറ്റംസ് അല്ലെങ്കിൽ സർവീസസ് ആവശ്യമുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യും, റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. വൺസ് ആ റിക്വസ്റ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അവരെന്ത് ചെയ്യും, അത് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പ്രോസസ്സ് കണ്ടോ, പർച്ചേസ് കൊട്ടേഷൻ ടു മൾട്ടിപ്പിൾ വെണ്ടർ. സോ പർച്ചേസ് കൊട്ടേഷൻ, അതായത് ഫൈനൽ ചെയ്ത റിക്വസ്റ്റ് ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അനലൈസ് ചെയ്തതിന് ശേഷം ഇവരെന്ത് ചെയ്യും, ഇന്ന സർവീസിനോ അല്ലെങ്കിൽ ഇന്ന ഐറ്റത്തിനോ വേണ്ടിയിട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലയേഴ്സിൽ നിന്നും മൾട്ടിപ്പിൾ കൊട്ടേഷൻസ് കളക്ട് ചെയ്തതിന് ശേഷം അവർ ഇവാലുവേറ്റ് ചെയ്യും ഏത് സപ്ലയർ തന്ന പ്രൈസാണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത്, അവർ ഏത് സപ്ലയർ തരുന്ന ഐറ്റംസിനാണ് ക്വാളിറ്റി കൂടുതൽ. അങ്ങനെ മൾട്ടിപ്പിൾ സെനാരിയോ വെച്ചിട്ട് ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും, അനലൈസ് ചെയ്ത് ഒരു ഫൈനൽ സപ്ലയറിനെ സെലക്ട് ചെയ്യും. ഫൈനൽ സപ്ലയറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സാണ് മേക്ക് പർച്ചേസ് ഓർഡർ ടു സെലക്റ്റഡ് വെണ്ടർ. അപ്പോൾ നമ്മൾ കൊട്ടേഷൻസ് കളക്ട് ചെയ്തു, അതിൽ നിന്ന് ഒരു സപ്ലയർ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു.
സോ നെക്സ്റ്റ് പ്രോസസ്സ് എന്താ? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയും ഡീറ്റെയിലും വെച്ച് ആ സെലക്ട് ചെയ്തിരിക്കുന്ന സപ്ലയർക്ക് എന്ത് ചെയ്യും? പർച്ചേസ് ഓർഡർ ജനറേറ്റ് ചെയ്യും. സോ പർച്ചേസ് ഓർഡർ ഒരു തവണ സപ്ലയർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഡെലിവറി ചെയ്യും. അത് നമ്മൾ എന്ത് ചെയ്യും? റെസിപ്റ്റ് ആയിട്ട് കാണിക്കും. അതാണ് റെസിപ്റ്റ് ഗുഡ്സ് ഓർ സർവീസസ് എന്ന് പറയുന്നത്. ആ റെസിപ്റ്റ് കാണിച്ചതിന് ശേഷം അവർ തരുന്ന സപ്ലയർ തരുന്ന ഇൻവോയ്സ് നമ്മൾ അക്കൗണ്ട് ചെയ്യും. ആ അക്കൗണ്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഇനി ഡാമേജ് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സ്റ്റോക്ക് കൗണ്ടിങ്ങിലുള്ള വേരിയൻസോ അങ്ങനെ എന്തെങ്കിലും വരുന്ന സാഹചര്യത്തിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് കൂടെ അവിടെ നടക്കുന്നുണ്ട്. സോ അത് ടാലി ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുക? സപ്ലയറിന് പേയ്മെന്റ് പ്രോസസ്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഒരു കോമൺ പർച്ചേസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഒരു കോമൺ ബിസിനസ് സനാരിയോ വെച്ചിട്ടുള്ള പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ബിസിനസ് സനാരിയോ SAP ബിസിനസ് വണ്ണിൽ വരുന്ന സമയത്ത് ഏതൊക്കെ ഡോക്യുമെന്റുകളാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ നമുക്കതൊന്ന് നോക്കാം. ഡോക്യുമെന്റ്സ് യൂസ്ഡ് ഇൻ SAP ബിസിനസ് വൺ. പർച്ചേസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് അവൈലബിൾ ആണ്. പർച്ചേസ് കൊട്ടേഷൻ, പർച്ചേസ് ഓർഡർ, ഗുഡ്സ് CPO, AP ഇൻവോയ്സ്, ഔട്ട് ഗോയിങ് പേയ്മെന്റ്. ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് SAP ബിസിനസ് വണ്ണിൽ പർച്ചേസ് പ്രോസസ്സിന് വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓരോ ഡോക്യുമെന്റിൻ്റെയും ഡീറ്റെയിലോട്ട് നമുക്കൊന്ന് പോവാം. ഫസ്റ്റ് പർച്ചേസ് റിക്വസ്റ്റ്. The purchase request is a document requesting to purchase an item or service. It is submitted by an employee or used internally. നമ്മൾ നേരത്തെ ഒരു ബിസിനസ് അരയെ വെച്ച് പറഞ്ഞു അല്ലേ? ഒരു കമ്പനി തന്നെ ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും സാധനങ്ങളോ സേവനങ്ങളോ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞു. ആ റിക്വസ്റ്റ് ചെയ്യുന്നത് സിസ്റ്റം ത്രൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് ഈ പർച്ചേസ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. യൂസർ ആയിരിക്കാം അല്ലെങ്കിൽ എംപ്ലോയി ആയിരിക്കാം. ആരാണോ റിക്വസ്റ്റ് ചെയ്യുന്നത് ആ റിക്വസ്റ്റഡ് പേഴ്സണ് നെയിം അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. സോ ആ പേര് വെച്ചിട്ട് അല്ലെങ്കിൽ ആ യൂസർ വെച്ചിട്ട് എന്ത് ചെയ്യും? ഏത് സർവീസ് ആണോ ഏത് ഐറ്റം ആണോ വേണ്ടത്, എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത് എന്നെല്ലാം കൊടുത്ത് എൻട്രി ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് പർച്ചേസ് റിക്വസ്റ്റ് ഡോക്യുമെൻ്റ്. വൺസ് ഇത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ടോട്ടൽ റിക്വസ്റ്റിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ആക്ച്വൽ റിക്വയർമെൻറ്റ് ഫൈനലൈസ് ചെയ്യും. ദെൻ ഈ ഫൈനലൈസ് ചെയ്യുന്ന ഡാറ്റ വെച്ചിട്ടായിരിക്കും നെക്സ്റ്റ് പർച്ചേസ് പ്രോസസ്സിലോട്ട് പോവുക. സോ നെക്സ്റ്റ് പർച്ചേസ് പ്രോസസ്സ് എന്താ? ഡിഫറെൻറ്റ് സപ്ലയേഴ്സിൽ നിന്ന് എന്ത് ചെയ്യും? കൊട്ടേഷൻസ് കളക്ട് ചെയ്യും. സോ കൊട്ടേഷൻ കളക്ട് ചെയ്യാനും കളക്ട് ചെയ്ത കൊട്ടേഷൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് പർച്ചേസ് കൊട്ടേഷൻ ഡോക്യുമെൻ്റ്. SAPയിൽ സെക്കൻഡ് ഡോക്യുമെൻ്റ് ആയിട്ട് വരുന്നത് പർച്ചേസ് കൊട്ടേഷൻ ഡോക്യുമെൻ്റ് ആണ്. ഇവിടെ കണ്ടോ, യൂസ്ഡ് ടു റിക്വസ്റ്റ് കൊട്ടേഷൻ ഫ്രം വെൻഡേഴ്സ്. അതായത് ഡിഫറെൻറ്റ് വെൻഡേഴ്സിൽ നിന്ന് കൊട്ടേഷൻ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് എന്ത് ചെയ്യുന്നത്? പർച്ചേസ് കൊട്ടേഷൻ സ്ക്രീന് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഐറ്റത്തിൻ്റെയും സർവീസിൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അതുപോലെ ക്വാണ്ടിറ്റി ഡീറ്റെയിൽസ് ഉണ്ടാവും, ഡെലിവറി ഡേറ്റ്, ഡെലിവറി ടേംസ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. ഈ ഡീറ്റെയിൽ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക? കൊട്ടേഷൻസ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ആ ഡീറ്റെയിൽ വെച്ച് കൊട്ടേഷൻസ് കളക്ട് ചെയ്ത് ആ പ്രൈസ് ഡീറ്റെയിൽസ് എന്ത് ചെയ്യും? നമ്മൾ സെയിം കൊട്ടേഷനിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് അവരെന്ത് ചെയ്യും? ഈ കൊട്ടേഷൻസ് കമ്പാരിസൺ ചെയ്യും. അതായത് ഡിഫറെൻറ്റ് സപ്ലയേഴ്സിൽ നിന്ന് കിട്ടുന്ന കൊട്ടേഷൻസ് കളക്ട് ചെയ്തുകൊണ്ട് ഏത് കൊട്ടേഷനാണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത്, അതായത് ലോ പ്രൈസ് ആയിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റിയിൽ കിട്ടുന്ന ഐറ്റംസ്, അത് ഏത് സപ്ലയറിൽ നിന്നാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? ഫൈനലൈസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് SAPയിൽ തന്നെ നമുക്ക് ഒരു കമ്പാരിസൺ റിപ്പോർട്ടെല്ലാം ഉണ്ട്. നമ്മളത് ആ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത്, സ്ക്രീൻ വൈസ് സ്റ്റേജ് എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ആ കമ്പാരിസൺ പ്രകാരം നമ്മൾ ഫൈനൽ സപ്ലയറെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് ആ സെലക്ട് ചെയ്തിരിക്കുന്ന സപ്ലയറിന്
നമ്മൾ ഓർഡർ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞല്ലോ, അതായത് സെലക്ട് ചെയ്ത സപ്ലയറിന് എനിക്ക് ഇത്ര ഐറ്റംസ് അല്ലെങ്കിൽ ഇന്ന സർവീസസ് എനിക്ക് വേണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ ഓതറൈസസ് ദ വെണ്ടർ ടു സപ്ലൈ ഗുഡ്സ് ഓർ സർവീസസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഐറ്റം ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റീസ്, പ്രൈസ്, ഡെലിവറി ഡേറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ടേംസ്. അപ്പോൾ ഇതിലും നമ്മുടെ എന്തായിരിക്കും, കൊട്ടേഷൻ എന്നാണ് നമ്മൾ പർച്ചേസ് ഓർഡറിലോട്ട് വരുന്നത്. അപ്പോൾ കൊട്ടേഷനിലുള്ള ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, പർച്ചേസ് ഓർഡറിലോട്ട് തന്നെ പേസ്റ്റ് ആവും. സോ അതിൽ വന്നിരിക്കുന്ന ഡീറ്റെയിൽ വെച്ചിട്ട് എന്തായിരിക്കും, നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുക്കുകയാണ് സപ്ലയറിന്. അപ്പോൾ സപ്ലയർ അത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ആ ഒരു പർച്ചേസ് ഓർഡറിന് അഗെയിൻസ്റ്റ് ആയിട്ട് സാധനം അയക്കും. ഇതുവരെ പറഞ്ഞിരിക്കുന്ന, അതായത് നമ്മൾ പർച്ചേസ് റിക്വസ്റ്റ് പറഞ്ഞു, പർച്ചേസ് കൊട്ടേഷൻ പറഞ്ഞു, പർച്ചേസ് ഓർഡർ നമ്മൾ പറഞ്ഞു. ഈ മൂന്ന് ഡോക്യുമെൻറ്റും ഓപ്ഷണൽ ഡോക്യുമെൻ്റ് ആണ്, നമുക്ക് മാൻഡാറ്ററി ഡോക്യുമെൻ്റ് ആയിട്ടല്ല വരുന്നത്. ദെൻ ഇതിൽ യാതൊരു ഇമ്പാക്റ്റും, ഫൈനാൻസ് ഇമ്പാക്റ്റും ഇല്ലാത്ത ഡോക്യുമെൻ്റ് ആണ് ഈ മൂന്ന് ഡോക്യുമെൻ്റ്. ഓക്കെ, അതുകൂടെ ഓർത്ത് വയ്ക്കുക. ദെൻ വൺസ് പർച്ചേസ് ഓർഡർ കിട്ടി, സപ്ലയർ സാധനം അയച്ചു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് എൻട്രി ചെയ്യുന്നത് ഗുഡ്സ് റെസിപ്റ്റ് PO എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് ആണ്. അതായത് ഐറ്റം നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് എൻട്രി ചെയ്യുന്ന ഡോക്യുമെൻ്റ്. ഈ ഡോക്യുമെൻ്റ് മാൻഡാറ്ററി ഡോക്യുമെൻ്റ് അല്ല, ഓപ്ഷണൽ ഡോക്യുമെൻ്റ് ആണ്. ഈ ഒരു എൻട്രി പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫൈനാൻസ് ഇമ്പാക്റ്റ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ക്രിയേറ്റഡ് ടു അക്നോളജ് ദ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ഫ്രം ദ വെണ്ടർ, record item quantity received, ensuring that they match the purchase order, update inventory level and trigger invoice verification. അതായത് ഗുഡ്സ് CPO എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്കിൽ എന്താവും, അപ്ഡേറ്റ് ആവും. എത്ര ക്വാണ്ടിറ്റിയാണോ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അത്രയും സ്റ്റോക്ക് നമ്മുടെ വെയർ ഹൗസിൽ കാണാൻ പറ്റും. സെയിം ടൈം ഇൻവോയ്സിന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് കൂടെയാണ് ഈ ഗുഡ്സ് CPO എന്ന് പറഞ്ഞത്. സോ ഈ ഗുഡ്സ് CPOക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, സപ്ലയറുടെ ഇൻവോയ്സ് റേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ റേസ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് AP ഇൻവോയ്സ് ഡോക്യുമെൻ്റ്. ഓക്കെ, ഈ AP ഇൻവോയ്സ് ഡോക്യുമെൻ്റ് മാൻഡാറ്ററി ഡോക്യുമെൻ്റ് ആണ്. ഓക്കെ, നമ്മൾ മുമ്പ് പറഞ്ഞ ഈ 4 ഡോക്യുമെൻ്റ് ഏതൊക്കെയാണ്? 4 ഡോക്യുമെൻ്റ്: പർച്ചേസ് റിക്വസ്റ്റ്, പർച്ചേസ് കൊട്ടേഷൻ, പർച്ചേസ് ഓർഡർ, ഗുഡ്സ് CPO. ഈ 4 ഡോക്യുമെൻറ്റും നമ്മൾ റേസ് ചെയ്തിട്ടില്ലെങ്കിലും ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, AP ഇൻവോയ്സ് റേസ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് AP ഇൻവോയ്സ് റേസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മുടെ ഇൻവെൻട്രി എഫക്റ്റും സംഭവിക്കുന്നുണ്ട്, അതുപോലെ ഫൈനാൻസ് എഫക്റ്റും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എനി കേസ് ഗുഡ്സ് CPO എൻ്റർ ചെയ്തിട്ടാണ് AP ഇൻവോയ്സിലോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എഫക്റ്റ് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ടാക്സ് റിലേറ്റഡും അതുപോലെ സപ്ലൈ റിലേറ്റഡും ആയിട്ടുള്ള എഫക്റ്റ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. സോ അത് മാത്രം ഓർത്ത് വയ്ക്കുക. വൺസ് AP ഇൻവോയ്സ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, സപ്ലയറുടെ ലെഡ്ജറിൽ കൊടുക്കാനുള്ള വാല്യൂ പോസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ AP ഇൻവോയ്സ് റേസ് ചെയ്യുമ്പോൾ അത് എന്താവും, ട്രയൽ ബാലൻസിൽ റിഫ്ലക്ഷൻ വരുന്നുണ്ട്. വൺസ് ഈ AP ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫൈനൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നെക്സ്റ്റ് പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ എന്താവും, ആ ഒരു പർച്ചേസ് ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഔട്ട് ഗോയിങ് പേയ്മെൻറ്റ് പോസ്റ്റ് ചെയ്യും. ഔട്ട് ഗോയിങ് പേയ്മെൻറ്റ് പോസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാണ് സപ്ലയർക്ക്. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷനും അവിടെ വരും. ഇതാണ് നമ്മുടെ നോർമൽ SAP ബിസിനസ് വണ്ണിൽ യൂസ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ്, പർച്ചേസ് ഡോക്യുമെൻറ്റ്സ്. ഇത് എല്ലാവർക്കും ഒരു ഓവർവ്യൂ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഓരോന്നിൻ്റെയും സ്ക്രീൻ വൈസ് ഡീറ്റെയിൽ കാണിച്ചുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ വരുന്നതാണ്. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ എന്തായിരിക്കും, ഓരോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.